Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025-ൽ കർണാടകത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ BS നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കാനുള്ള കർണാടകത്തിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കർണാടകത്തിൽ BS നഴ്സിംഗിൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് മാത്രമാണ് കേരളത്തിലെ കുട്ടികളെ കൺസിഡർ ചെയ്യുക. അതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കർണാടകത്തിൻ്റെ വെബ്സൈറ്റായ cet.online.karnataka.gov.in എന്ന വെബ്സൈറ്റിലൂടെ 2025 ഫെബ്രുവരി 24 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 16-നും 17-നുമായി നടക്കുന്ന CET എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ആ എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് കർണാടകത്തിൽ BS നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാം. മജോറിറ്റി കേരളത്തിലുള്ള വിദ്യാർത്ഥികളും ഒരു BS നഴ്സിംഗ് കോഴ്സ് അതർ സ്റ്റേറ്റായ കർണാടക, തമിഴ്നാട് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഏജന്റ് മുഖാന്തരം ഡൊണേഷൻ കൊടുത്തും ഉയർന്ന ഫീസ് കൊടുത്തുമൊക്കെയാണ് പഠനത്തിനായി സെലക്ട് ചെയ്യുക. ഈ ഒരു വഴിയിലൂടെ അല്ല നാം ഒരു കോഴ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടത്. പകരം കർണാടക സ്റ്റേറ്റിലുള്ള മുഴുവൻ നഴ്സിംഗ് കോളേജുകളുടെയും ഗവൺമെൻറ് അംഗീകാരമുള്ള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ക്യാമ്പസുകളിലേക്ക്, ഗവൺമെൻറ് റെക്കഗ്നീഷനുള്ള ക്യാമ്പസുകളിലേക്ക് നമുക്ക് റീസണബിൾ ഫീസിൽ പഠിക്കാനുള്ള ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ, കേരളൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ഏപ്രിൽ 16-നും 17-നും നടക്കുന്ന ഈ CET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഇതിനോടൊപ്പം കർണാടകത്തിലെ ഒരു MBBS-നോ BDS-നോ ഒക്കെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ആ നീറ്റ് എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം ഈ കർണാടകത്തിൻ്റെ വെബ്സൈറ്റിലൂടെ അവിടുത്തെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ 10% സീറ്റിലേക്കാണ് അതർ സ്റ്റേറ്റിലെ കുട്ടികളെ കൺസിഡർ ചെയ്യുക. ആ വേക്കൻസിയിലേക്ക് നമ്മെ കൺസിഡർ ചെയ്യണമെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഓൺലൈൻ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങുന്ന സമയത്ത്, അത് നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ് അത് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക. ആ സമയത്ത് അപ്ലൈ ചെയ്തു വേണം കർണാടകത്തിൽ MBBS-നോ BDS-നോ അവിടുത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജുകളായ കെമ്പഗൌഡ കോളേജിലും സെൻറ് ജോൺസ് കോളേജിലും വിശ്വേശ്വരയ്യ കോളേജുകളിലേക്കൊക്കെ ഇതുപോലെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളുള്ള ഒരു സ്റ്റേറ്റിൽ ഒന്നാണ് കർണാടകയും തമിഴ്നാടും ഒക്കെ. അപ്പോൾ ആ ക്യാമ്പസുകളിലൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ നീറ്റ് എക്സാമിനേഷൻ വന്നതിന് ശേഷം അതിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതർ സ്റ്റേറ്റിലെ, കർണാടകത്തിൽ ഉൾപ്പെടെയുള്ള മദർ സ്റ്റേറ്റിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 10% സീറ്റിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും നമുക്കൊരു അഡ്മിഷൻ നേടാനും. പക്ഷേ BS നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് നമുക്ക് നീറ്റ് എക്സാമിനേഷൻ ആവശ്യമില്ല. കർണാടകത്തിൽ BS നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർണാടകത്തിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ആ എക്സാം ഏപ്രിൽ 17 and 18 ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കോ +2 കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 16-നും 17-നും നടക്കുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ട് ആൽഫയിൽ നിന്നും ഓൺലൈൻ ക്രാഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CET എക്സാമിനേഷൻ്റെ സെയിം പാറ്റേണിലുള്ള ഡെയിലി ക്ലാസ്സുകൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന പോർഷനെ ബേസ് ചെയ്ത് നെക്സ്റ്റ് ഡേ എക്സാമിനേഷൻ നടത്തും. അതിനുശേഷം ഓരോ വീക്കെൻഡിലും മോഡൽ എക്സാമിനേഷൻ, വീക്കിൽ വരെ അതുവരെ ആ ഒരാഴ്ച പഠിപ്പിച്ച പോർഷൻസിൻ്റെ മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതെല്ലാം ക്ലാസ്സുകൾ നടക്കുന്നത് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ആൽഫ അക്കാഡമിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉള്ള AI ഫെസിലിറ്റി ഉള്ള ആപ്പാണ് ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോ ക്ലാസ്സുകളുണ്ട്, എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സുകൾ, പ്രിന്റഡ് നോട്ട്സുകളുണ്ട്, ധാരാളം മോഡൽ എക്സാമിനേഷൻ സീരീസ് എഴുതി ടൈം ബൗണ്ടഡ് ആയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഈ ആപ്പിൻ്റെ സപ്പോർട്ടോടുകൂടി ലൈവ് ക്ലാസ്സുകളായിട്ടാണ് ഈ കർണാടകത്തിൻ്റെ ക്രാഷ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള നീറ്റ് എക്സാമിനേഷനും കീം എക്സാമിനേഷനും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകളായി പഠിക്കാനുള്ള സൗകര്യം ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏറ്റവും റീസണബിൾ ഫീസിലാണ്. +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഈ എൻട്രൻസ് എക്സാമിനേഷൻ വരെയുള്ള ഫുൾ ക്രാഷ് കോഴ്സിന് 3000 റുപ്പീസ് മാത്രമാണ് ഫീസ്. അങ്ങനെ 3000 റുപ്പീസ് അടച്ച് ഈ ഒരു ഫുൾ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ മെറ്റീരിയൽ സപ്പോർട്ടും കൂടെയുണ്ട്, എല്ലാ അധ്യാപകരുടെയും ഡൗട്ട്സ് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, കംപ്ലീറ്റ് മെറ്റീരിയൽസും കുട്ടികൾക്ക് പഠിക്കാനുള്ളത് അവർക്ക് ഈ സപ്പോർട്ടോടുകൂടി തന്നെ ലഭിക്കുന്നു. ഇതിനോടൊപ്പം കരിയർ മേഖലയിലെ വിവിധ ക്യാമ്പസുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചുമുള്ള അവയർനെസ് ക്ലാസ്സുകൾ ഇവർക്ക് ലഭിക്കുന്നു, മോട്ടിവേഷണൽ പ്രോഗ്രാംസ് ലഭിക്കുന്നു, എങ്ങനെ പഠിക്കണമെന്നുള്ള കെയറിംഗ് ക്ലാസ്സുകൾ ലഭിക്കുന്നു. ഇങ്ങനെ ഏറ്റവും നല്ലൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി ഈ CET എക്സാമിനേഷൻ മാത്രമല്ല
അവർ ടാർഗറ്റ് ചെയ്യുന്ന ഏത് എക്സാമിനേഷൻ ജയിക്കാനുമുള്ള സപ്പോർട്ടും കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇന്ത്യ മുഴുവനുള്ള വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. ഇനി ഈ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. ഫെബ്രുവരി 24 ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. എക്സാമിനേഷൻ ഏപ്രിൽ 16 and 17. മാർച്ചിലെ ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, എഫിഷ്യൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഇനഫ് ടൈമും ഉണ്ട്. ആ സമയം കൊണ്ട് തന്നെ നന്നായി പഠിച്ച് BSc നഴ്സിംഗ് കോഴ്സിന്, നമുക്കറിയാം മെഡിക്കൽ സെക്ടറിൽ ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയാണ് BSc നഴ്സിംഗ്. വിദേശ രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആവട്ടെ, എവിടെയും എപ്പോഴും ഒരു ജോബ് വാല്യൂ ഉള്ള, നല്ല സേഫായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും നല്ല കോഴ്സാണ് BSc നഴ്സിംഗ് എന്നുള്ളത്. അത് കർണാടകത്തിൽ ധാരാളം ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ആ ക്യാമ്പസുകളിൽ ഏറ്റവും റീസണബിൾ ഫീസിൽ പഠിക്കാൻ നമുക്ക് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. നീറ്റ് എക്സാമിനേഷനും കീം എക്സാമിനേഷനും കുസാറ്റ് എക്സാമിനേഷനും അതുപോലെ IMU CET, AMI CET, ഡിഫറൻറ്റ് സ്റ്റേറ്റുകൾ നടത്തുന്ന എക്സാമിനേഷൻ ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥിക്ക് എഴുതാനായിട്ട് 42 മുതൽ 50 വരെ എൻട്രൻസ് പരീക്ഷകളാണ് ഒരു വിദ്യാർത്ഥിയെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷകളെക്കുറിച്ചൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനോടൊപ്പം ഓരോ സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഫിസിക്കൽ ക്ലാസ്സുകളായി പഠിക്കാൻ ആൽഫയുടെ ക്യാമ്പസിൽ വന്ന് ഹോസ്റ്റലിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ കെയറോടുകൂടി പഠിക്കാം. ഇനി ഓൺലൈനായി കേരളത്തിലെ ഏതൊരു സെക്ഷനിലിരുന്ന്, ഏത് വീട്ടിലും ഇരുന്നിട്ട് ഏറ്റവും ഡിജിറ്റൽ നല്ല പ്ലാറ്റ്ഫോമിൽ വളരെ നല്ല കെയറോടുകൂടി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റുന്ന സപ്പോർട്ടോടുകൂടി, മോണിറ്ററിംഗ് സിസ്റ്റത്തോടുകൂടി, AI ഫീച്ചേഴ്സോടുകൂടി പഠിക്കാനുള്ള സൗകര്യങ്ങളും ആൽഫ അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നന്നായി പഠിക്കുക, നന്നായി വിജയത്തിലേക്ക് കുതിച്ചു വരിക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്.